ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം. നമ്മൾ എന്ത് ഡൗട്ടാണെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാ മോഡൽ ബ്ലൗസ് നമ്മൾ കട്ടിങ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഏതായാലും ഇനി അടുത്തത് പ്രിൻസസ് കട്ടിൻ്റെ തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. നമുക്കിത് ആ തുണീനെ ഇതുപോലെ രണ്ടാക്കി മടക്കിയിടണം കേട്ടോ. ഇനി നിങ്ങൾക്ക് അളവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാം കൃത്യമായിട്ട് തന്നെ. നമുക്ക് ഇതിനെ രണ്ടാക്കി മടക്കിയിടാം. രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം ഇങ്ങനെ ഒരു മടക്കും കൂടെ മടക്കുക. ഇനി കഴുത്തിൻ്റെ വീതി 3.5 അടയാളപ്പെടുത്താം, 3.25 അടയാളപ്പെടുത്താം. ഷോൾഡർ 2.5 അടയാളപ്പെടുത്താം. ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്ക് 6 അടയാളപ്പെടുത്താം. അഞ്ചര മതിയില്ല, ഇറക്കേണ്ടവർക്ക് ഇറക്കട്ടെ. അത് ഞാൻ 5.5 എടുക്കണുള്ളൂ. അപ്പം അങ്ങനെ ഇത് പ്രിൻസസ് കട്ടാണ് ഇനി തുന്നാൻ പോണത്. ഇനി കൈക്കുഴി 5.5 അടയാളപ്പെടുത്തും. ഇനി ചെസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം 9 അടയാളപ്പെടുത്താം. തയ്യൽ തുമ്പ് അടക്കാനായിട്ടാ പറഞ്ഞത്, 8 കൂടെ. ഇനി ഷേപ്പിൻ്റെ നീളം 11. ഇവിടെ നിന്ന് നമുക്ക് ഷേപ്പിൻ്റെ വണ്ണം 8 അടയാളപ്പെടുത്താം. 8 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഷേപ്പിൻ്റെ വീതി വരുന്നത് 7ആണ്. ഇതിൽ കൂടെ ഒന്നും കൂടി ചേർത്ത് 8 എടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ വിരിവ് ഒരു 8.5 എടുക്കുക. തയ്യൽ തുമ്പ് അടക്കണ്ടി പറയുന്നത് 7.5 പ്ലസ് 1 8.5. നമുക്കിതൊരു ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കാം. വരച്ചെടുത്തിട്ടുണ്ട്. ഇനി കഴുത്തടൽപ്പെടുത്താം. ഞാൻ റൗണ്ട് നെക്കാണ് തുന്നുന്നത്. അപ്പോൾ ഒരു 1 ഈ കോർണറിൽ നിന്ന് 1 പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് റൗണ്ട് കഴുത്ത് വരച്ചു കൊടുക്കാം. ഇനി കൈക്കുഴി ഇവിടെ ഈ കോർണറിൽ നിന്ന് ഒരു 1 അടയാളപ്പെടുത്താം. എന്നിട്ട് കൈക്കുഴി വരയ്ക്കാം. ഇത് നമുക്ക് ഈ കഴുത്തിൻ്റെ ഇവിടെ ഒരു അടയാളം ഇട്ട് കൊടുത്ത് കൈക്കുഴിയും വെട്ടിയിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി മാറ്റാം. അതിനൊക്കെ മുന്നേ നമുക്ക് ഈ പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് വരയ്ക്കാം. നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിനിവിടെ ചെസ്റ്റ് ആൻഡ് ബ്രസ്റ്റിൻ്റെ അടുത്ത അളവാണ്. അതൊരു 4 എടുക്കുക. പോയിന്റ് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് ഈ കൈക്കുഴിയുടെ ഇവിടേക്ക് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വെട്ടുമ്പോൾ ഇതിപ്പോൾ ഞാൻ കറക്റ്റ് അളവ് എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടെ 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഫ്രണ്ട് ഭാഗത്തിന് എടുക്കണം, നല്ലതായിരിക്കും. ഇങ്ങനെ മടക്കി അടിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഇതിനൊരു താപ്പൊക്കെ വരും, ചിലപ്പോൾ ഇത്തിരി കുറയും. അതുകൊണ്ട് എക്സ്ട്രാ 1 ഇഞ്ച് ഇടണം, നല്ലതാണ് കേട്ടോ. ഇതിൽ കൂടെ ആഡ് ചെയ്യാം. നമുക്ക് കൈക്കുഴി വെട്ടി മാറ്റാം. കൈക്കുഴി വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി കഴുത്തിൻ്റെ ഇവിടെ ഒരു അടയാളം കൊടുക്കുക. എന്നിട്ട് ഇവിടുത്തെ ഷേപ്പും കൂടെ വെട്ടി മാറ്റാം. ഇതിൻ്റെ നീളം 16 എടുത്തിട്ടുണ്ട് കേട്ടോ. 15 മതി അടിച്ചപ്പോൾ അതിനടക്കം തയ്യൽ തുമ്പ് അടക്കം 16 എടുത്തിട്ടുണ്ട്. ഇനി ഇത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം. ബാക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ബാക്കിൻ്റെ കഴുത്തൊക്കെ അടയാളപ്പെടുത്തണം. ഇനി വരച്ച് അത് വെട്ടാം. വരച്ച് വരയുമ്പോൾ കൂടെ അപ്പോൾ നമ്മളെ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി കഴുത്തും കൂടെ വെട്ടി മാറ്റാനുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ ഇത്. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി ബാക്ക് ഭാഗം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ട് കട്ട് ചെയ്യുന്നത്. പിന്നെ ബാക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇതാണ് കേട്ടോ. നമ്മളെ കഴുത്തിൻ്റെ നീളം 7.5 എടുക്കാം. ബാക്ക് കഴുത്താണ്, അത് 7.5 അടയാളപ്പെടുത്താം. വീതിയും കറക്റ്റ് തന്നെ അടയാളപ്പെടുത്തി മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ഇവിടെ ഒരു 1 അടയാളപ്പെടുത്താം കേട്ടോ. നമുക്കിനി ഇത് വരച്ച് റൗണ്ടിനൊക്കെ തന്നെയാണ് ബാക്കിന്, അത് വരച്ച് കൊടുക്കാം. ഷേപ്പിനിങ്ങനെ വരച്ച് കൊടുക്കുക. അതിന് വെട്ടി മാറ്റാം കേട്ടോ. ബാക്ക് കഴുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പോർഷനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് ഭാഗ് ഇതാണ്. പിന്നെ നമുക്ക് ഇതിൽ കുടുക്കോ അങ്ങനെ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, സിബ് അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് ഭാഗം വരുന്നത്. പിന്നെ ഫ്രണ്ട് പോർഷൻ ഞാൻ കാണിച്ചു തരാം. ഇതായിട്ടാണ് ഫ്രണ്ട് ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ വെട്ടാം. നമ്മൾ മറ്റേ ബ്ലൗസിൽ കട്ടിങ്ങും ഇതൊക്കെ വെട്ടുന്ന പോലെ തന്നെ ഇതിൽ ഇങ്ങനത്തെ പീസുകളായിട്ട് വെട്ടുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചോദിക്കാം. ഏത് വീഡിയോയിലായാലും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നെക്ക് നമ്മൾ റൗണ്ട് നെക്കാണ് വെട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് പല നെക്ക് വേണമെങ്കിൽ വീനെക്കോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മോഡൽ നെക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ആ ഒരു കഴുത്തിൻ്റെ അവിടെ വരച്ചു കൊടുത്താൽ മാത്രം മതി.